ആരാധ്യയായ അധ്യക്ഷ ഡോക്ടർ നിമ്മി മറിയ ഉമ്മൻ, ബഹുമാനിയായ പ്രിൻസിപ്പൽ ഡോക്ടർ രമാദേവി, ഡോക്ടർ സുമോദ് സുന്ദർ, മാനേജ്മെന്റ് പ്രതിനിധി ഡോക്ടർ പ്രദീപ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മറ്റ് മാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, മുതുകുളത്തും പരിസര പ്രദേശങ്ങളിലും വിജ്ഞാനത്തിന്റെ പ്രഭാപൂരവും യശോധാവല്യവും വാരി വിതറി ഒരു ശുക്ര നക്ഷത്രം എന്ന പോലെ പരിലസിക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ അന്തർദേശീയ സെമിനാറിൽ പങ്കെടുക്കാൻ കഴിയുന്ന സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ശ്രീബുദ്ധന്റെ പേരിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമായിട്ടുള്ളത് എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ അഭിമാന വിജൃംഭിതനാണ്. ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ഹരിശ്ചന്ദ്രന്റെ സത്യസന്ധതയും ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സമഞ്ജസമായി സമ്മോഹനമായി സമ്മേളിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ കാലഘട്ടത്തിന് ആവശ്യമെന്നും അത് കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിങ്കൽ അല്ലായെങ്കിൽ അവിടത്തെ ചരിത്രം വായിക്കുവിൻ എന്ന വള്ളത്തോളിന്റെ വരികളും എന്റെ മനസ്സിൽ ഈ സമയത്ത് ഓളം തല്ലുന്നു. കാലമായി കാതരരാമിവർ കാത്തിരുന്നിടുന്നു കന്മതിൽ കപ്പുറം മായാകുമാരക പൂരുക തേടുവാൻ മായക്കതീതം അജ്ഞാതമാം ശാന്തിയെ എന്ന ശ്രീബുദ്ധന്റെ ചെറുപ്പകാലത്തെക്കുറിച്ച്, സിദ്ധാർത്ഥനെ കുറിച്ച് എങ്ങോ വായിച്ചു മറന്ന വരികളും എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. അതാണ് മനസ്സ്. കാലമായി കാതരരാമിവർ കാത്തിരുന്നിടുന്നു കന്മതിൽക്കപ്പുറം. അതാണ് മനസ്സ്. അപ്പരബ്രഹ്മം താൻ ഞാനെന്ന് കൂറുന്നു രാപ്പകൽ എന്നോട് എന്നെ അന്തർയാമി. അതാണ് മനസ്സാക്ഷി. മനസ്സാക്ഷിയുള്ള മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതന സബ്ജകൾ നമ്മുടെ വിദ്യാഭ്യാസ നഭോമണ്ഡലത്തിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കാമെന്നതാണ് ഈ സെമിനാറിന്റെ ഉള്ളടക്കമെന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷം. ശാസ്ത്രം മനുഷ്യന്റെ ജിജ്ഞാസയുടെ ശ്രീകോവിലിൽ കൊളുത്തിയ ഭദ്രദീപമാണ്. സയൻസ് ഈസ് ഹ്യൂമൻ എൻക്വയറി. Because it is a human enquiry, it can only give an answer that is somehow couched in human terms. Because it is a human enquiry, it can only give an answer that is somehow couched in human terms. The primitive man stood against a cliff and shouted. The echo brought back his voice. He started believing in a disembodied spirit. The scientist of today, the technologist of tomorrow stand counting out loud in the face of the unknown. Anandam ajnadam avarnaniyam. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ന് കാണുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഡീപ്പ് ലേണിംഗും സൂപ്പർവൈസ്ഡ് ലേണിംഗും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗും ബിഗ് ഡേറ്റയും ഡേറ്റ അനലിറ്റിക്സും ബ്ലോക്ക് ചെയിനും എല്ലാം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. മിനിഞ്ഞാന്ന് കാട്ടാക്കടയില് ഒരു ലോവർ പ്രൈമറി സ്കൂളിലെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിക്കുകയുണ്ടായി. 1ാം ക്ലാസ് വിദ്യാഭ്യാസത്തെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിച്ചിരിക്കുന്നു. ഇക്കഴിഞ്ഞ 2 ആഴ്ചയായി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയും കോമ്പറ്റീഷൻ ലോയും തമ്മിലുള്ള ഇന്റർഫേസിനെ കുറിച്ച് ഉള്ളൊരു ലേഖനത്തിന്റെ പണിപ്പുരയിലാണ് ഞാൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ 2023 ഒരു ചരിത്രപരമായ വിധി, അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ജൂറിസ്ഡിക്ഷൻ പൂർണ്ണമായും ബൗദ്ധിക സ്വത്തവകാശ നിയമ മേഖലയില്
തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ചരിത്രപരമായ വിധി. അത് എങ്ങനെ ഈ മേഖലയെ ബാധിക്കും എന്നതിനെ സംബന്ധിച്ചുള്ളൊരു ഗവേഷണ പഠനമാണ്. അത് ആ ഗവേഷണ പഠനത്തിലാണ് ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചയായി ഉൾപ്പെട്ടിരിക്കുന്നത്. ആ ഗവേഷണ പഠനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമായി. ഇന്ന് ശാസ്ത്രത്തിന്റെ അഭൗമമായ വളർച്ച മൂലം, അനിതര സാധാരണമായ വികസനം മൂലം ഈ മേഖലയിലെ എല്ലാ ഗവേഷണ പ്രബന്ധങ്ങളും ബൈ ദ ക്ലിക്ക് ഓഫ് എ മൗസ് ലഭിക്കത്തക്കവണ്ണം ശാസ്ത്രം തഴച്ച് വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. എന്തിനു പറയണം? കോമ്പറ്റീഷൻ ആക്ടിലെ സെക്ഷൻ 3.5, അതാണ് IPR കോമ്പറ്റീഷൻ ഇന്റർഫേസ്. ആ 3.5 കുറിച്ചുള്ള ക്രിട്ടിക്കുകൾ, ആ ക്രിട്ടിക് പഠനങ്ങൾ, ആ പഠനങ്ങൾ മാർക്ക് ചെയ്ത് വളരെ കൃത്യമായി നിമിഷ നേരം കൊണ്ട് ഗവേഷണ വിദ്യാർത്ഥിയുടെ മുന്നിൽ വരത്തക്കവണ്ണം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇതര ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മേഖലകളും വളർന്നിരിക്കുന്നു. ഏത് ചോദ്യം ചോദിച്ചാലും ഞൊടിയിടയ്ക്കുള്ളിൽ മറുപടി ലഭിക്കത്തക്കവണ്ണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെറ്റാ AI ഉൾപ്പെടെയുള്ള ജനറേറ്റീവ് AI ഉൾപ്പെടെയുള്ള വിവിധ മേഖലകൾ വളർന്നിരിക്കുന്നു. പക്ഷെ ഈ വളർച്ചയ്ക്കിടയിലും നാം വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങൾ. എഡ്യൂക്കേഷൻ 6.0യുടെ വിവിധ ലക്ഷ്യങ്ങളിലേക്ക് നാം കണ്ണോടിച്ചാൽ അതിൽ ഒരെണ്ണം അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്, മറ്റൊന്ന് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് ആണ്, മൂന്നാമത്തേത് ലൈഫ് ലോങ് ലേണിംഗ് ആണ്, നാലാമത്തേത് സസ്റ്റൈനബിലിറ്റിയാണ്. പ്രകൃതിയും മനുഷ്യനും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. അതാണ് സസ്റ്റൈനബിലിറ്റി. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കുക സാധ്യമല്ല. നേച്ചർ ഇസ് എ ടെമ്പിൾ എന്നാണ് വേർഡ്സ്വർത്ത് പറഞ്ഞിരിക്കുന്നത്. നേച്ചർ ഇസ് എ ടെമ്പിൾ വേർ ലിവിംഗ് പില്ലേഴ്സ് sometimes let go of confused utterances. Man walks amidst forests of symbols, watching him with familiar glances. പ്രകൃതിയാണ് ഏറ്റവും വലിയ അധ്യാപിക. ഒരു ഗാനശകലം കണമെടുത്താൽ പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരു ആസ്വാദകൻ, വനഗായകൻ. ശരിയല്ലേ? കണ്ണൻ ചിരട്ടയിൽ സ്വർണം നിറച്ചിട്ട് കണ്ണും തുളച്ചം ഉയർത്തിപ്പിടിക്കുന്നു സൂര്യൻ. യൂസഫലി കേച്ചേരിയുടെ പേരിലാണ്. മണവാട്ടിയാണ് ഇന്ന് ഭൂമി, അല്ലെ? 7 നിറങ്ങളിൽ നെഞ്ചിത്താങ്ങൾ, 7 സ്വരങ്ങളിൽ എങ്കാലങ്ങൾ. പറമേൽ തട്ടി പളുങ്കുമഴി ചെന്നി ആമന്നം ഒഴുകുന്ന ആരണ്യ പൂഞ്ചോലകളും മരന്തം തുളുമ്പുന്ന മലരിൻ ചുറ്റും കൂടി മുരണ്ട് നടക്കുന്ന തേനീച്ചകളും പല്ലവാകുലമായ ചില്ലിക്കൈകളാട്ടി നർത്തനം ചെയ്യുന്ന വല്ലിക നദികളും പ്രകൃതി മനുഷ്യന് നൽകിയ വരദാനങ്ങളാണ്. അത് മനസ്സിലാക്കാതെ മനുഷ്യൻ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളാണ് ഓസോൺ പാളിയിലെ വിള്ളലിലേക്കും ഗ്രീൻ ഹൗസ് ഇഫക്റ്റിലേക്കും എല്ലാം വഴിതെളിച്ചത്. അതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു തലമുറ അതുകൂടി സൃഷ്ടിക്കുവാൻ ഈ എഡ്യൂക്കേഷൻ 6.0ക്ക് സസ്റ്റൈനബിലിറ്റി എന്ന വാക്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് ആശിക്കുവാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കോടി ശതാബ്ദങ്ങൾ മണ്ണുവാരിക്കളി ചോടി നടന്ന് വളർന്ന വർഷങ്ങളിൽ പണ്ട് യുഗങ്ങളെ നിർമ്മിച്ചെടുക്കുവാൻ ഇന്ത്യ പശമണ്ണെടുത്ത പാർശ്വങ്ങളിൽ മയത്ത കാൽമുദ്ര കുത്തി ഹിമാദ്രിതൻ മാറി പ്രപഞ്ചം അവന്റെ കാൽച്ചോട്ടിലായി എന്നുള്ളൊരു ചിന്ത, ആ ചിന്തയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന ഒരു വേദിയായി, പ്രകൃതിയുമായി ഒത്തിണങ്ങിയുള്ള ഒരു ജീവിത ശൈലി സ്വായത്തമാക്കുന്ന വേദിയായി ഇത് തീരുവാൻ ഇടയാകുമാറാകട്ടെ. വിത്തം എന്തിന് മർത്യന്, വിത്തം ധനം എന്തിന് മർത്യന് മനുഷ്യന്, വിദ്യ കൈവശമാകുകയും വെണ്ണയുണ്ടെങ്കിൽ നറുനൈ വേറിട്ട് കരുതേണമോ. അതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം. അതിനൊരു കാരണം കൂടുണ്ട്. വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോനടരാടുന്നതെങ്ങനെ. ആയുധമാണ് വിദ്യാഭ്യാസം. ജീവിതമാകുന്ന യുദ്ധത്തില്, ജീവിതായോധനത്തില് ഒരുവനെ വിജയവൈജയന്തി പാറിപ്പറപ്പിക്കുവാൻ, വിജയിക്കുവാൻ സർവാത്മന സുസജ്ജനാക്കുന്ന സുമധുര മന്ത്രമാണ്, മാസ്മര ശക്തിയാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും
വിദ്യ തന്നെ മഹാധനം. ഒരഭ്യസ്തവിദ്യനായ വ്യക്തിയുടെ മുഖമുദ്ര എന്താണ്? കടൽ വരെ നീണ്ടു കിടക്കുന്ന ഈ സാമ്രാജ്യം മുഴുവൻ അനായാസം കൈക്കലാക്കാമെങ്കിലും അധർമ്മം വഴി ഇന്ദ്രപദം പോലും മോഹിക്കാത്തൊരു സംസ്കാരം. അതാണ് അഭ്യസ്തവിദ്യനായ ഒരു വ്യക്തിയുടെ മുഖമുദ്ര. വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വ്യക്തിയെ വാലും കൊമ്പും എഴാതുള്ള മഹിഷമെന്നാണ് കവി വിശേഷിപ്പിച്ചത്. അങ്ങനെ മഹിഷ സമാനമായ ജീവിതത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് കൈപിടിച്ചു. അതാണ് വിദ്യാഭ്യാസം. പുറം കണ്ണ് തുറപ്പിപ്പാൻ പുലർവേളയിൽ അംശുമാൻ എത്തുന്നത് പോലെ അകക്കണ്ണ് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം. അകക്കണ്ണ് തുറപ്പിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. നൈനം ചിന്നന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ഛേദം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ അഗ്നി നീറ്റത്തതായി, കറ്റനക്കത്തതായി, അത്യുഗ്രശസ്ത്രവും ലേശമേൽക്കാത്തതായി നിത്യരക്ഷായുധം ഒന്നു നൽകിയില്ലയോ. നിത്യരക്ഷായുധമാണ്, അതാണ് ലൈഫ് ലോങ് ലേഡി. ഒന്നു നൽകിയില്ലയോ സത്യസാക്ഷാത്കാരം അസ്മദ്ഗുരുത്തമൻ. എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ബിഗിൻ വിത്ത് ദ ലേണിംഗ് ഓഫ് ദി ആൽഫബറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്, ആജീവനാന്തം ആനന്ദമരുളുന്ന പ്രക്രിയ. It begins with a mother's look. It begins with a mother's look. ഒരമ്മയുടെ കരുണാമസൃണമായ സ്നേഹമസൃണമായ കടാക്ഷ വീക്ഷണങ്ങൾ. A father's nod of approbation. A sister's gentle pressure of the hand. A brother's noble act of forbearance. എഡ്യൂക്കേഷൻ 6.0 കാലെടുത്ത് വെക്കുമ്പോഴും ഈ ആശയങ്ങള്, ഈ അഭിലാഷങ്ങള് നാം ഒരിക്കലും മറന്നുകൂടാ. പാവക്കിടാവെ കിടത്തി കിടുങ്ങിന തൂവളച്ചാർത്തോട് അതിൽ തുടമയില്ല. ആ കുഞ്ഞ് പഠിക്കുന്നതാണ് വിദ്യാഭ്യാസം. അമ്മലർ കയ്യിനാൽ താളം പിടിച്ചുകൊണ്ട് അമ്മയായി പാടി ഉറക്കുകയും അതാണ് വിദ്യാഭ്യാസം. ശ്രീതാക്ഷവാഹന ദാരുപ്രതിമയെ പൂതൂകി പൂജിച്ചതിന് മുന്നിൽ ദീർഘമാം മൈക്കണ്ണ് ചിമ്മി സമാധിയിൽ ഗാർഗിയാം ദേവിയായി മെഴുകുകയും. എന്തൊരു ഉദാത്തമായ ഉത്കൃഷ്ടമായ വിദ്യാഭ്യാസ സങ്കല്പം. എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ബിഗിൻ വിത്ത് ദ ലേണിംഗ് ഓഫ് ദി ആൽഫബറ്റ് എന്നത് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമാനിസം, മനുഷ്യൻ. ഒരു കുഞ്ഞിനെ മനുഷ്യനായി വളരുവാനുള്ള വേദി ഒരുക്കി കൊടുക്കുക. ഹ്യൂമാനിസം, ടോളറൻസ്, സഹിഷ്ണുത, സഹജീവികളോട് കരുണാമസൃണമായ രീതിയിൽ ഇടപെടാനുള്ള കഴിവ്, അതാണ് സഹിഷ്ണുത. അഡ്വഞ്ചർ ഓഫ് ഐഡിയസ്, സെർച്ച് ഫോർ ട്രൂത്ത്. വിദ്യാഭ്യാസം ഒരു സത്യാന്വേഷണ പരീക്ഷണമാണ്. ഈ പടവുകൾ കയറി വന്നപ്പോൾ ശ്രീബുദ്ധന്റെ പ്രതിമയ്ക്കടികെ ഞാൻ ഗാന്ധിജിയുടെ പ്രതിമ കാണുകയുണ്ടായി. അതാണ് ഗാന്ധി അപ്പൂപ്പൻ. ആരിലും കനിവുള്ളവൻ, കുരുന്നു നുള്ളുവാൻ പോലും കൈവിറയ്ക്കും ദയാമയൻ. അതാണ് അഡ്വഞ്ചർ ഓഫ് ഐഡിയാസ് ആൻഡ് സെർച്ച് ഫോർ ട്രൂത്ത്. അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം, മനസ്സിന് പുഴുക്കുത്തേകുന്ന ആനന്ദം, മനസ്സിന് പുഴുക്കുത്തേകുന്ന ആനന്ദം. മാനവികതയിൽ അധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രം, മാനവസേവയിൽ അധിഷ്ഠിതമല്ലാത്ത മാധവസേവ, ഇതെല്ലാം പൊള്ളയാണെന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിജി. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗൽഗുരു. ആ പാതാരവിന്ദങ്ങള്, ആ കാൽ നഖേന്ദു മരീചികള് നാം പിന്തുടർന്നില്ലെങ്കിൽ ഏത് എഡ്യൂക്കേഷൻ 6.0 ചർച്ചകളും നിരർത്ഥകമായിരിക്കും. മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിന്റെ മക്കളെ സ്നേഹിക്കുന്ന, ഗാന്ധിയൻ ആദർശങ്ങൾ പിന്തുടരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക. അതായിരിക്കട്ടെ മഹത്തായ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ന് ഞാൻ ഒരു വേള ആഗ്രഹിച്ചു. മാതൃഭാഷയ്ക്ക് ദാസ്യം നടത്തായിൽ ആധിപത്യത്തിന് അനർഹർ നിങ്ങൾ. ഭക്തിയാ സ്വഭാഷതൻ കാൽക്കൽ കുനിയായിൽ അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും ബുദ്ധിമാന്മാരെ. സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യും. ആലസ്യത്തിന് നിവാപാമ്പു നൽകുവിൻ ഫാലത്തിലോലും വിയർപ്പിനാലെ. ഏറവാക്കെന്തിന് നാളെ മുതൽക്കിനി കൈരളി തന്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ ഭാണ്ഡം നിറച്ച് തിരിച്ചുകൂടും. ആ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വരുന്ന വിദ്യാർത്ഥികളെ ഭാണ്ഡം നിറച്ച് തിരിച്ചയക്കുന്ന പ്രക്രിയയാണ് ടീച്ചർ എഡ്യൂക്കേഷൻ. എന്താണ് ഒരു ടീച്ചറുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം? മാമ്പഴം എന്ന പ്രശസ്തമായ കവിത എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു.
മാമ്പഴം പിറക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപറം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് കവി പറഞ്ഞൊരു സത്യമുണ്ട്. വാക്കുകൾ കുട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അങ്ങനെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാക്കി മാറ്റുന്ന മഹാന്മാരാണ്, മഹതികളാണ് എന്റെ മുന്നിലിരിക്കുന്ന BEd MEd വിദ്യാർത്ഥികളെ നിസ്സംശയം പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. എങ്ങനെയാണ് ഒരു ടീച്ചർ ഒരു കുഞ്ഞിനെ വളർത്തുന്നത്? വീണപൂവിലെ ആശാന്റെ വരികൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ലാളിച്ചു പെറ്റ ലതയമ്പൊഴു ശൈശവത്തിൽ പാലിച്ച് പല്ലവ കുടങ്ങളിൽ വെച്ചു നിന്നെ. അങ്ങനെയാണ് ഒരു ലത വള്ളി തന്റെ കുഞ്ഞിനെ ആ പൂവിനെ വളർത്തിയെടുക്കുന്നത്. പാലിച്ച് പല്ലവ കുടങ്ങളിൽ വെച്ച് നിന്നെ ആലോല വായു ചെറുതൊട്ടില് മട്ടി താരട്ടലാവമാർന്ന മലരേ ദലമർമ്മരങ്ങൾ. ഒരു വിദ്യാർത്ഥിയുടെ, വിദ്യാർത്ഥിനിയുടെ, ഒരു ടീച്ചർ എഡ്യൂക്കേറ്ററുടെ, ഒരു ടീച്ചറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ നിസ്സംശയം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞൊരു വാക്ക് ഞാൻ കടമെടുത്തോട്ടെ: എമ്പതി. അഭ്യസ്തവിദ്യനായ ഒരു വ്യക്തിയുടെ മുഖമുദ്ര എമ്പതി ആയിരിക്കും. എന്താണ് എമ്പതി? പുട്ട് യുവർസെൽഫ് ഇൻ അനദർ പേഴ്സൺസ് ഷൂസ്. അന്യന്റെ വീക്ഷണകോണത്തിലൂടെ സ്വന്തം ജീവിതം കാണാനുള്ള കരുത്താണ്, കഴിവാണ് എമ്പതി. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലരി വിസ്മൃതമാകും ഇപ്പോൾ. എണ്ണീട് കാർക്കിൽ ഇത് താൻ ഗതി സത്യമെന്ന് കണ്ണീരിനാൽ അവന് വാഴ്വ് കിനാവ് കഷ്ടമെന്ന് കേൾക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് അശ്രുബിന്ദുക്കൾ ഇറ്റി വീണം. അതാണ് എമ്പതി. തന്നതില്ല വരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ. ഇന്ന് ഭാഷയറ പൂർണ്ണമില്ലഹോ വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ എന്ന് മഹാകവി കുമാരനാശാൻ നളിനിയിൽ പറയുമ്പോൾ അതിന്റെ താത്വിക തലങ്ങൾ മനസ്സിലാക്കാൻ ആ കുഞ്ഞിന് കഴിയണം. അതാണ് എമ്പതി. അന്തിക്ക് തിരിച്ചെത്തി മീൻപിടുത്തക്കാർ മുറ്റും ഹന്തക്കൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തൻ. അന്തിക്ക് തിരിച്ചെത്തി മീൻപിടുത്തക്കാർ മുറ്റും ഹന്തക്കൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തൻ എന്ന് കേൾക്കുമ്പോൾ ആ സ്ത്രീയുടെ ദുഃഖം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാണ്. അതാണ് എമ്പതി. മഹാനായ ശ്രീ TN ശേഷന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഒരു ഏട് ഞാൻ ഓർത്തു പോകുന്നു. എമ്പതിയെ കുറിച്ച് പറയുമ്പോൾ ഭാരതത്തിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന മഹാനായ TN ശേഷൻ, അഴിമതിക്കെതിരെ പടവാളോങ്ങിയ മഹാൻ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരിക്കലും തമിഴ്നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്തു കൂടി തന്റെ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പൊ ഭാര്യയ്ക്കൊരാഗ്രഹം, അങ്ങ് ദൂരെ മരങ്ങളിൽ കാണുന്ന ഓലഞ്ഞാലി കുരുവികളുടെ കൂടുകളിൽ ഒന്ന് സ്വന്തമാക്കണം. ഡൽഹിയിലെ തന്റെ ഔദ്യോഗിക വസതിയിലെ ഷോക്കേസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീ TN ശേഷൻ തന്റെ ഭാര്യയെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. തന്റെ ഭാര്യയുടെ ആഗ്രഹം തള്ളിക്കളയുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അദ്ദേഹം തന്റെ പോലീസുകാരോട് ആവശ്യപ്പെട്ടു, ആ കുരുവിക്കൂടുകൾ ഒരെണ്ണം പറിച്ചു കൊണ്ടുവരും. പോലീസുകാർ എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല. കാരണം അവർക്ക് എത്തുന്നതിനേക്കാൾ എത്രയോ മുകളിലായിരുന്നു ആ കുരുവിക്കൂടുകൾ. അപ്പൊ അവർ ആ പ്രദേശത്തെ ഒരു നാടോടി ബാലന്റെ സഹായം തേടി. ആ നാടോടി ബാലനോട് അവർ പറഞ്ഞു, കൂടൊന്നിന് 200 രൂപ വെച്ച് തരാം, ഒരു 3 കിളിക്കൂടുകൾ പറിച്ചു കൊണ്ടുവരും. പയ്യൻ അനങ്ങിയില്ല. 200 500 ആക്കിയിട്ടും 500 1000 ആക്കി ഉയർത്തിയിട്ടും ആ നാടോടി ബാലന് യാതൊരു കുലുക്കവും ഇല്ല. ഞാൻ ചെയ്യില്ല. അപ്പൊ ഈ ബഹളവും പ്രശ്നങ്ങളും എല്ലാം കേട്ടുകൊണ്ട് ശ്രീ TN ശേഷൻ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇറങ്ങി അന്വേഷിക്കും എന്താണ് യഥാർത്ഥ പ്രശ്നം. ആ പാവം സാധു ബാലൻ ശ്രീ TN ശേഷൻ ആരാണെന്ന് അറിയില്ല. ആ ബാലൻ ശേഷന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സർ, ഒരു കാര്യം മനസ്സിലാക്കൂ, ആ കൂടുകളിൽ നിറയെ കിളിക്കുഞ്ഞുങ്ങളാണ്. അവരുടെ അമ്മ രാവിലെ ആ കൂടുകളിൽ ആ കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് ഇര തേടി പോയിരിക്കുക. വൈകിട്ട് തന്റെ മക്കൾക്ക് വേണ്ടി, കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ ആ അമ്മയുടെ ഹൃദയം തകർന്നു. ആ വേദന കാണാനുള്ള കരുത്തെനിക്കില്ല.
അതുകൊണ്ട് 1000 അല്ല 5000 രൂപ തന്നാലും ഒരു കിളിക്കൂട് പോലും ഞാൻ പറിച്ചു തരില്ല. അതാണ് എമ്പതി. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്ന ഗാന്ധീവം നഷ്ടപ്പെട്ട അർജുനനെ പോലെ, ഗാന്ധീവം സംസദേ ഹസ്ത, നിർദ്ദമേഷാക്ഷികളോടുകൂടി നമ്മുടെ ശിരസ്കനായി അഞ്ജലീബദ്ധനായി മഹാനായ ശ്രീ ടി.എൻ. ശേഷാ നാടോടി ബാലന്റെ മുന്നിൽ നിന്ന ഒരു നിമിഷം. എന്നിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാനല്ല, ആ ബാലനാണ് യഥാർത്ഥമായ അഭ്യസ്ത വിദ്യ. അതാണ് മക്കളെ വിദ്യാഭ്യാസം. ജീവിതം ആഴി പോലെ അനന്തമാണ്. ജീവിതം ആഴി പോലെ അനന്തമാണ്. അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്നത് ഒരു കൈക്കുമ്പിൾ ജലം മാത്രമാണ്. ആഴമേറിയിടുന്നോരഴികടക്കിലും അഴക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കണം. ആ കുടിനീർ കണ്ണുനീരായി തീരുമ്പോൾ, ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ, ആ വ്യക്തിക്ക് താങ്ങും തണലുമായി നിൽക്കാൻ, അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന രീതിയിൽ അവന് താങ്ങും തണലുമായി നിൽക്കാൻ മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാൻ ഈ ഇന്റർനാഷണൽ സെമിനാറിന് തുടക്കം കുറിക്കാൻ കഴിയുമെങ്കിൽ, വികാരാവേശം വിവേകത്തിനും പ്രസംഗം പ്രവൃത്തിക്കും വഴിമാറി കൊടുക്കുമെങ്കിൽ, കേരളോർവി, ഭാരതാംബ, ഈ മുതുകുളം നിവാസികൾ എല്ലാവരും പുളകിതഗാത്രരായി തീരുമെന്നതിൽ സംശയലേശമില്ല. സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ വരുന്നില്ല. എഡ്യൂക്കേഷൻ 6.0യുടെ കാലഘട്ടത്തിലും വായന മരിക്കാൻ പാടില്ല. വായിച്ച് വളരുക എന്ന ഗ്രന്ഥശാല സംഘത്തിന്റെ മുദ്രാവാക്യമാണ് ഈ അവസരത്തിൽ എന്റെ മനോമുകുരത്തിൽ മുഴങ്ങുന്നത്. ഞാൻ അതോടൊപ്പം വായിക്കാതിരുന്നാൽ മുരടിക്കും എന്നൊരു താക്കീത് കൂടി നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കൊടുത്തു. നമ്മുടെ കുഞ്ഞുങ്ങളിലെ, നമ്മുടെ വിദ്യാർത്ഥിനികളിലെ, നമ്മുടെ യുവതലമുറയിലെ, പ്രായമായവരിലെ എല്ലാവരുടെയും വായനാശീലം അനുദിനം കുറഞ്ഞു വരുന്നു എന്നാണ് വിവിധ സർവേകൾ തെളിയിക്കുന്നത്. നമ്മുടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ അമിതമായ കടന്നുകയറ്റവും ഇന്റർനെറ്റിന്റെ കടന്നുവരവും ഒക്കെ ഒരു പക്ഷേ ഇതിന് ഉത്തരവാദികളായിരിക്കും. ഏതായാലും അതൊരു അപകടകരമായ പ്രവണതയാണ്. ബുക്സ് ആർ കിങ്സ് ട്രഷേഴ്സ് എന്നാണ് പറഞ്ഞത്. ബുക്സ് ആർ കിങ്സ് ട്രഷേഴ്സ്. Treasures filled not with gold, silver or other precious stones, but with riches much more valuable than these: knowledge, noble thoughts, high ideals. Knowledge, noble thoughts, high ideals. Poor indeed is the man who does not read, and empty is his life. വായനാശീലം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാത്ത ഒരു വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥിനി, ഒരു അധ്യാപക, ഒരു അധ്യാപിക കേവലം കൂപമണ്ടൂകമായി കിണറ്റിലെ തവളയെ പോലെ പുറന്തള്ളപ്പെടുകയുള്ളൂ എന്നതിൽ സംശയലേശമില്ല. അതുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികൾ കടമെടുത്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കാം. വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. എവിടെ നിർഭയമാകുന്നു മനസ്സും. And the head held high. എന്തുകൊണ്ട്? തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ട്. കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണാ, കുലുങ്ങിയില്ലി കരളിൽ. സുഗതകുമാരി ടീച്ചറുടെ വരികളാണ്. ടീച്ചർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ചതഞ്ഞ പത്തികൾ താഴാതിപ്പോഴും ഉയർന്നു നിൽക്കാൻ പഠിമു ഞാൻ. And the head held high, where knowledge is without barriers, where words come out from the depth of truth, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way in the dreary desert sand of dead habit. To that heaven of freedom, my father, let my country awake. ആ awakening-ആണ്, ആ ഉണർത്തണീപ്പാണ്, ആ ഉയർത്ത് പാട്ടാണ് എഡ്യൂക്കേഷൻ 6.0. ആ ഉയർത്ത പാട്ടിലേക്ക് കാതോർത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇൻ സം ഫെയിൻഡ് ഡോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ സം ഫെയിൻഡ് ഡോൺ, ഇൻ സം dim eve, like a gesture of light, like a dream of delight, let this seminar attain its noble objectives. ചന്നപാരതയുടെ കൈകളിൽ പിടിക്കുവാൻ എന്ന പോൽ സമാന്തരം പായുന്ന പാളങ്ങളെ പുലരിക്കതിർ വന്ന് മുന്നമേ പരത്തുന്ന പുതിയ വെളിച്ചമീ ഞങ്ങളിൽ പകരുന്നു. ആ വിജ്ഞാനത്തിന്റെ വെളിച്ചം, ആ വിജ്ഞാനത്തിന്റെ തിരിനാളങ്ങൾ, ആ വിജ്ഞാനത്തിന്റെ തീപ്പന്തങ്ങൾ
തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്കും വിജയത്തിൽ നിന്നും വിജയത്തിലേക്കും ഔന്നത്യത്തിൽ നിന്നും ഔന്നത്യത്തിലേക്കും പറന്നുയരുന്ന യുവജന ശക്തിയുടെ ചേതനയുടെ ഊർജ്ജസ്വലതയുടെ പ്രതീകമായി പരിലസിക്കുവാൻ ഈ ഇന്റർനാഷണൽ കോൺഫറൻസിന് കഴിയണമേ എന്ന ആർത്തത്രാണപരായണനായ ത്രിജഗതിയന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് മനോഹരമായി ഈ പ്രഭാതം, നാളത്തെ പ്രഭാതമേ നിൻ മുഖം ചുംബിക്കുവാൻ നാളെത്രയായി കത്ത് നിൽപ്പിതൻ ആശാപുഷ്പം. ആ വിശുദ്ധമ മുഗ്ധപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ, ആ വിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ, ആ മനോഹരമായ പ്രഭാതം സ്നേഹധനരായ നിങ്ങൾ ഓരോരുത്തരോടൊപ്പം ചെലവഴിക്കാനിരിക്കാൻ അവസരം തന്ന ഈ ചടങ്ങിന്റെ ഭാരവാഹികളോട്, വിശിഷ്യ ഡോക്ടർ പ്രദീപിനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ അകൈതവുമായ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിന്റെ ഭാഷയിൽ ദൈവനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.